Hello, my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. The hidden truths about you. നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ, നിങ്ങളുടെ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളായിരിക്കാം. എസ്പെഷ്യലി ഈ വീഡിയോ എപ്പോഴാണോ നിങ്ങൾ കാണുന്നത്, ആ സമയം നിങ്ങളെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ എത്ര വർഷം നമ്മളുടെ കൂടെ ജീവിച്ചെന്ന് പറഞ്ഞാലും പല ആളുകൾക്കും നമ്മൾ എന്താണെന്നുള്ളത് അറിയില്ല, അല്ലെ? അവനവൻ എന്താന്നുള്ളത് അറിയില്ല, അവനവന്റെ വില എന്താന്നുള്ളത് അറിയില്ല, പവർ എന്താന്നുള്ളത് അറിയില്ല, കഴിവ് എന്താന്നുള്ളത് അറിയില്ല, അല്ലെ? സോ ഇത് ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓൾ ഓഫ് സഡൻ ഐ ഗോട്ട് ദിസ് ഇൻസ്പിറേഷൻ ടു ഡു ദിസ് വീഡിയോ. സോ എനർജറ്റിക്കലി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കണക്ട് ചെയ്യാണ്. ഓക്കെ, സോ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതും അങ്ങനെയാണ്. ഈ വീഡിയോ നിങ്ങൾ അട്രാക്ട് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ വളരെ അൺഎക്സ്പെക്റ്റഡ്ലി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, ഗായ്സ്, ഈ എനർജി നിങ്ങൾ അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് അബ്സല്യൂട്ട്ലി നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ള മെസ്സേജ് ആണ്. ബിക്കോസ് ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എനർജിയാണ്. ഓക്കെ, സോ ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ട് ഈ റീഡിങ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് അങ്ങനത്തെ ഒരു പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് അബ്സല്യൂട്ട്ലി ഫോർ യു ടു നോ മോർ അബൌട്ട് യു. ഓക്കെ, നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ വേണ്ടി. സോ നിങ്ങൾക്ക് ഇവിടെ 2 പെണ്ണ് കാണാൻ സാധിക്കും, അല്ലെ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 കളർ. സോ നിങ്ങളെ പറ്റിയിട്ട് ഒന്ന് ആലോചിച്ചിട്ട് ഏതിനോടാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്, ആ പെണ്ണ് നിങ്ങൾ സെലക്ട് ചെയ്യാം. യു വിൽ ഗെറ്റ് ദ റൈറ്റ് മെസ്സേജ്. സോ സെലക്ട് യുവർ ഗ്രൂപ്പ്, ദെൻ വി ക്യാൻ സ്റ്റാർട്ട്. All right, let's start with group number 1. So group number 1, ബ്യൂട്ടിഫുൾ ഗ്രീൻ കളർ പെൻ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ. ലെറ്റ് സി എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു എന്തൊക്കെയാണ് നിങ്ങളുടെ ഹിഡൻ ട്രൂത്ത്സ്. എസ്പെഷ്യലി നിങ്ങളുടെ ഉള്ളിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ അറിയേണ്ടത്, നിങ്ങളെ പറ്റി ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്, നിങ്ങളുടെ പവർ, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഒരു സ്പെഷ്യൽ, നിങ്ങളുടെ സോൾ ഇന്റൻഷൻ. All right, so let's see group number 1, the hidden truths about you. See, group number 1, come on guys. See, it's like നമ്മൾ മഹാലക്ഷ്മി എന്ന് പറയുമല്ലോ, അങ്ങനെയാണ്. ഓക്കെ, സോ നിങ്ങൾ എവിടെ പോയാലും നിങ്ങളൊരു സമൃദ്ധിയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഒരിക്കലും നിങ്ങളുടെ ആ ഒരു വേർത്ത് നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. നിങ്ങൾ പ്രോസ്പെരിറ്റി ആണ്, പ്രോസ്പെരിറ്റിയുടെ എക്സാമ്പിൾ ആണ്, ലിവിങ് പ്രോസ്പെരിറ്റി ആണ് നിങ്ങൾ, അല്ലെങ്കിൽ ലിവിങ് ഗോഡസ് ആണ് നിങ്ങൾ. ഓക്കെ, മഹാലക്ഷ്മി പോലെയാണ് നിങ്ങൾ ലിവിങ്, അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസ് ഉള്ള ആ ഒരു ദൈവിക ശക്തി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോ നിങ്ങൾക്കത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിങ്ങളിത് 100% നിങ്ങൾക്കിത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓർ നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങൾ നിൽക്കുന്ന കൂടെയുള്ള ആളുകൾക്കൊക്കെ അതിൻ്റെ ഒരു സമൃദ്ധി, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ, നിങ്ങളുടെ കൂടെ ജെന്യൂൻലി നിൽക്കുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് അവർ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് നിങ്ങൾ നല്ലൊരു ഗിവർ ആണ്. ഓക്കെ, നിങ്ങളൊരു ഹിഡൻ ടാലന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ എന്താണ് ഒരാൾക്ക് കൊടുക്കുന്നത്, അതും ഒരുപാട് ഗ്രോ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒരാൾക്ക് ഒരു രൂപ കൊടുക്കുന്ന സമയത്ത് അത് ഇരട്ടിയായിട്ട് വരുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ്സിന്, നിങ്ങളുടെ വാക്കിന് അതിൻ്റെതായിട്ടുള്ള പവർ ഉണ്ട്. സോ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ട്രഗിൾ ഉണ്ടെങ്കിൽ, ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ എന്താന്നുള്ളത് പറയാം. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ഒരാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും നിങ്ങളുടെ വാക്കുകൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത വാക്കുകൾ യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് നിങ്ങളുടെ വാക്കിന് അതിൻ്റെതായിട്ടുള്ള ഒരു പവർ ഉണ്ട്, ആ ഒരു ഗോഡസ് എനർജി ഡെഫിനറ്റ്ലി ഉണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രോസ്പെരിറ്റി ആണ്. ഓക്കെ, സമൃദ്ധി എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ ഒന്ന് നോക്കുക. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെ സമൃദ്ധമായിട്ട് തന്നെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പൊ എന്താണോ ഇല്ലാത്തത്, നിങ്ങൾക്കത് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, നന്നായിട്ട് ഭക്ഷണം വെക്കാൻ കഴിവുള്ള ആളുകളാണ് നിങ്ങൾ. ഓക്കെ, സോ ഒരു കൈപുണ്യം എന്ന് പറയുന്നത് പോലെ, അത് ഭക്ഷണം ഉണ്ടാക്കാൻ മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ കൈ കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നോ, നിങ്ങളുടെ കൈക്ക് ആ ഒരു ഐശ്വര്യം ഉണ്ട്, നിങ്ങളുടെ കൈക്ക് ആ ഒരു ബ്ലെസ്സിങ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ കൈകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു കൈയായിരിക്കാം, അല്ലെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കൈ ആയിരിക്കാം, ലൈക്ക് ഒരു ഫെമിനിൻ കൈ ആയിരിക്കാം. ഈവൻ നിങ്ങൾ മെയിൽ ഓർ ഫീമെയിൽ, നിങ്ങളുടെ കൈക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടായിരിക്കാം. നിങ്ങളുടെ കൈകള്, വിരലുകള്, റൈറ്റ്, നിങ്ങളുടെ ശരീര ഭംഗി ഒക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അല്ലെ? ഈവൻ നിങ്ങൾ മെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫെമിനിൻ നേച്ചർ കുറച്ച് കൂടുതലായിരിക്കാം, അല്ലെ? ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ ഓക്കെ, സോ നിങ്ങൾക്ക് സ്ത്രീകളോട് അല്ലെങ്കിൽ സ്ത്രീകളെ പോലെ ആവാൻ താല്പര്യം എന്നുള്ളതല്ല. നിങ്ങൾ മെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ
വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ മെയിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ അട്രാക്ഷൻ ഡെഫിനറ്റ്ലി ഉള്ള ആളുകളാണ്. ഓക്കെ, അത് ബൈ ബർത്ത് നിങ്ങൾ അങ്ങനെയാണ്. നിങ്ങളുടെ സംസാര രീതി, നിങ്ങൾക്ക് എവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു റെസ്പെക്ട് നിങ്ങൾ ഏൺ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ നോട്ടീസ് ചെയ്യപ്പെടുക, ആളുകൾ നോട്ടീസ് ചെയ്യുക, റൈറ്റ്. നിങ്ങളുടെ മുടികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടാവുന്നതും ഈ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾക്ക് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഒരിക്കലും നിങ്ങളുടെ ശരീരഘടന, നിങ്ങളുടെ ശരീരത്തിന്റെ ഷേപ്പ്, നിങ്ങളുടെ ഹെയറിന്റെ പ്രത്യേകത, ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓക്കെ ഇങ്ങനെ ആവണം എന്ന് വിചാരിക്കുന്ന ആ ഒരു ശരീരഘടനയായിരിക്കാം മിക്ക ആളുകൾക്കും ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കാം, അല്ലെ? ബട്ട് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തോ ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഉണ്ട്, ബട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അവിടെ എന്തോ ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം, അല്ലെ? സോ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണോ നിങ്ങൾക്ക് അവിടെ റൈറ്റ് ആയിട്ടുള്ളത്. ബൈ ബേർത്ത് നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളത്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ബിക്കോസ് എന്താണ് നിങ്ങൾക്ക് ഒരു കുറവായിട്ട് തോന്നുന്നത്, അത് ഡെഫിനറ്റ്ലി അത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളുടെ ഹെയറിന് ഒരു പ്രത്യേകത ഉണ്ടാവുന്നുണ്ട്. നന്നായിട്ട് നൃത്തം ചെയ്യുന്ന ആളുകളായിരിക്കാം. ഓക്കെ, സോ ഡാൻസ് അല്ലെങ്കിൽ ഡാൻസ് ആസ്വദിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്ന ആളുകളായിരിക്കാം. ചെറുപ്പത്തിലെ ഡാൻസ് ഈവൻ നിങ്ങളത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ടാലൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കത് ആസ്വദിക്കാൻ കഴിവുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് ചെയ്യാനുള്ള ആ ഒരു കഴിവും കൂടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഗ്രൂപ്പ് നമ്പർ 1. ഓക്കെ, സോ സ്ഥായിയായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് ഗ്രൂപ്പ് നമ്പർ 1 നേരത്തെ പറഞ്ഞത് എഗെയിൻ നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഓക്കെ, സോ എന്തൊക്കെ പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഉണ്ടാവുന്ന സമയത്തും നിങ്ങൾക്ക് സങ്കടപ്പെടാനുള്ള കാരണങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തുന്നുണ്ട്, അല്ലെ? നമ്മളുടെ ഒരു സ്ഥായിയായിട്ടുള്ള ഭാവം ദുഃഖാണെന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചില കാര്യങ്ങൾ ആലോചിച്ച് ദുഃഖിക്കുന്ന ആളുകൾ കൂടി ആയിരിക്കാം. നിങ്ങൾ എപ്പോഴും ഒരു ദുഃഖം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ബട്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ കണക്ട് ചെയ്യേണ്ട ആളുകളല്ല. ഓക്കെ, സോ നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത്, അത് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന് ശരിക്കും റിലീഫ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇതിന്ന് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്, ബട്ട് ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താലോചിച്ചിട്ടാണോ നിങ്ങൾ ഒരുപാട് ദുഃഖിക്കുന്നത്, എന്ത് കുറവ് ആലോചിച്ചിട്ടാണോ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾ ഓരോന്ന് പറയുന്നത്. ഓക്കെ, ഓരോ പറയുന്ന വാക്കുകൾ നിങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട്, ബിക്കോസ് നിങ്ങളെ ലിമിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ അവിടെ സാധിക്കുന്നുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ലൈഫിൽ ഒരു ലിമിറ്റേഷൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് തന്നെ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സ്ഥായി ആയിട്ടുള്ള ഫീലിങ്സ് ആണ്. സോ അവിടെ ചില മാറ്റങ്ങൾ നിങ്ങൾ വരുത്തുക. നിങ്ങൾക്കൊരു ദുഃഖം ഉണ്ടെങ്കിൽ അതിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു വാതിലും ഉണ്ട്. അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു കീ ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അതിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, അതിന്റെ ഒരു സമൃദ്ധി നിങ്ങളുടെ ഉള്ളിലുള്ള ആളുകളാണ്. ഓക്കെ, ഇതിങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്യാം. എന്താലോചിച്ചിട്ടാണോ നിങ്ങൾ വിഷമിക്കുന്നത്? സ്നേഹമാണോ? നിങ്ങളെ പറ്റിയിട്ടാണോ? നിങ്ങളുടെ ഫാമിലിനെ പറ്റിയിട്ടാണോ? എന്ത് റൈറ്റ് ആയിട്ട് സംഭവിക്കുന്നില്ല എന്ന് പറ്റിയിട്ടാണോ? ഇതിനൊക്കെ ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങളൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങളൊന്ന് സന്തോഷമായിട്ട് സംസാരിച്ച് നോക്കൂ. ഒരു 7 days നിങ്ങൾ സന്തോഷമായിട്ട് സംസാരിച്ച് നോക്കൂ. അപ്പോൾ 21 days എന്ന് പറയുന്ന സമയത്ത് അത്ര ദിവസം വേണോ എന്ന് നിങ്ങൾ വിചാരിക്കും. ജസ്റ്റ് ഒരു 7 days നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കാം. എന്ത് കാണുന്ന സമയത്തും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാം. ആരെന്ത് ചെയ്യുന്ന സമയത്തും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാം. എന്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ സന്തോഷമായിട്ട് കൊടുക്കുക. എന്ത് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ അത്രയും സന്തോഷമായിട്ട് നിങ്ങൾ വാങ്ങിക്കുക. നിങ്ങളെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് സീ 7 days എന്ത് മാജിക് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് തോന്നും ലൈക്ക് നിങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണ്, സന്തോഷിക്കാനൊന്നുമില്ല. അങ്ങനെയല്ല. നിങ്ങൾക്ക് എന്താണ് ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, അതിനുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഹിഡൻ ട്രൂത്ത്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ നേരത്തെ നിങ്ങളുടെ കൈകളെ പറ്റി പറഞ്ഞു, നിങ്ങളുടെ വിരലുകളെ പറ്റി പറഞ്ഞു. നിങ്ങളുടെ എന്താണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, അത് തന്നെയാണ് നിങ്ങൾ ഏറ്റവും വലിയ ദുഃഖമായിട്ട് എടുക്കുന്നത്. എന്താണോ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഒരിക്കലും നിങ്ങൾ അത് വിഷമമായിട്ട് എടുക്കരുത്. ഓക്കെ, നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ അതാണ്. നിങ്ങൾ എന്താണ് ഏറ്റവും ദുഃഖിക്കുന്നത്, അതാണ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചാപ്റ്റർ, മനോഹരമായിട്ടുള്ള ലെസൺ, മനോഹരമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡീപ് ഡൗൺ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ പുറമേ നിങ്ങൾ വളരെ പ്ലസന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും, നല്ലൊരു എന്റർടൈനർ ആയിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ബട്ട് ഡീപ്പ് ഇൻസൈഡ് നിങ്ങൾ
നിങ്ങൾ പലപ്പോഴും ലൈക്ക് നിങ്ങളുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങള്, ഇഷ്ടങ്ങള്, താല്പര്യങ്ങള് ഒരുപാട് നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ നിങ്ങളെ ഒരുപാട് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഓക്കെ, പല ആളുകൾക്കും നിങ്ങളെ എക്സാക്ട്ലി എന്താന്നുള്ളത് അറിയില്ല ഇപ്പോഴും. പല ആളുകളും നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കണം. ബിക്കോസ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ആ ഒരു കാര്യത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ, നിങ്ങളുടെ ആ ഒരു സ്പെഷ്യാലിറ്റി, നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി വേണ്ട രീതിയിൽ ഇതുവരെ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. റൈറ്റ്? സോ എന്താണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സന്തോഷമില്ലാണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്നത്, അതാണ് നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാം. ഓക്കെ, അതൊരിക്കലും നിങ്ങളുടെ ഒരു കേഴ്സ് അല്ല ലൈഫിലെ. ഓക്കെ, ന്യൂ വിഷൻ, പാസ്റ്റ് ലൈഫ്സ്. ഒരുപാട് മെമ്മറീസ് കീപ്പ് ചെയ്യുന്ന, ഒരുപാട് പാരമ്പര്യമുള്ള സോളാണ് നിങ്ങൾ. ഓക്കെ, ഒരുപാട് അനുഭവമുള്ള സോളാണ് നിങ്ങൾ. ഓക്കെ, ഒരുപാട് റോള് നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങളുടെ ഒരു സോളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പല ആളുകളുടെ ലൈഫിൽ പല പല റോള് നിങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കാം, അല്ലെ? പല ഇമോഷൻസ് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ഓക്കെ, സി ഗ്രൂപ്പ് നമ്പർ 1 ഇത് കുറച്ചുകൂടി ഒരു ഇന്റൻസ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ പല പല ഇമോഷൻസ് ഓരോരോ സമയത്തായിട്ട് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതൊന്ന് പുറത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ടാവില്ല. ഇപ്പൊ ഒരു കാര്യം ചിന്തിക്കുന്ന സമയത്ത് അടുത്തത് വേറെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അതൊക്കെ ഒരു അത്ര ഒരു ദുഃഖത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന കാര്യങ്ങളുമായിരിക്കാം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ സോളിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ സോൾ ഒരുപാട് അനുഭവമുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് ഇമോഷൻസ് കണ്ടിട്ടുള്ളതോ അനുഭവിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു സോളാണ്. ഓക്കെ, അത് മേ ബി ലൈക്ക് നിങ്ങളുടെ സോൾ സിറ്റുവേഷൻ എന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. അവിടെ എന്തൊക്കെയായിരുന്നു, നിങ്ങളുടെ പാസ്റ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. മേ ബി ഈ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ ആയിരിക്കാം. ഓക്കെ, സോ ആരെങ്കിലും ഒരാൾ വളരെ ദുഃഖിച്ചിരിക്കുന്നത് കണ്ടിട്ടായിരിക്കാം നിങ്ങൾ അത് യൂസ്ഡ് ആയി പോയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അതിന്ന് ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാൻ നിങ്ങൾക്കൊരു ഗിൽറ്റ് ഫീൽ ഉണ്ടായിരിക്കാം. ബിക്കോസ് ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾ എന്താണോ നിങ്ങളുടെ ഒരു പാസ്റ്റിൽ ആളുകൾ ചെയ്തിട്ടുള്ളത്, അതായത് നിങ്ങളുടെ ഫാമിലി, നിങ്ങൾ വളർന്നിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചെയ്തിട്ടുള്ള ആളുകൾ എന്താണ് ചെയ്തിട്ടുള്ളത്, അതേ കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു യൂണിക്നെസ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളെ എന്താന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സോ ഒരിക്കലും നിങ്ങൾ മറ്റുള്ള ആളുകളുടെ ഒരു ആഗ്രഹത്തിന്റെ പിറകെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഒരു അഭിപ്രായത്തിനനുസരിച്ചിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് എങ്ങനെ ജീവിച്ചോ അതുപോലെ നിങ്ങൾ ജീവിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ, അവരെന്ത് ചെയ്തോ അതുപോലെ നിങ്ങൾ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ഒരുപാട് ദുഃഖത്തിൽ ആക്കുന്നത് അത് നിങ്ങൾ ഒരുപാട് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും നിങ്ങളുടെ ആ ഒരു ഗോഡസ് വേർഷൻ നിങ്ങൾ അവിടെ ഫെയ്ഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു നിങ്ങളുടെ ഉള്ളിലുള്ള പ്രോസ്പെരിറ്റി, നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരുപാട് കഴിവ്, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരുപാടൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു നേച്ചർ നിങ്ങൾ ഫെയ്ഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴാണ് അതൊക്കെ ഇങ്ങനെ ക്ലെൻസ്ഡ് ആയിട്ട് അതിങ്ങനെ എക്സ്പോസ്ഡ് ആവുക, അതിന്റെ ഒരു എനർജി നിങ്ങളെ കാണുക, നിങ്ങൾക്കും കാണാൻ സാധിക്കുക, നിങ്ങളെ കണക്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അത് അനുഭവിക്കാൻ സാധിക്കുക എപ്പോഴാണ് നിങ്ങളായിട്ട് നിൽക്കുന്ന സമയത്താണ്. ഓക്കെ, നിങ്ങളായിട്ട് പെർഫോം ചെയ്യുന്ന സമയത്താണ്. അവിടെ എന്ത് വേണം? പുതിയ വിഷൻ വേണം. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പാരന്റ്സ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളത് അതേ ജോബാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ അതല്ല, നിങ്ങൾക്ക് അവിടെ വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ, ബിക്കോസ് ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് പുതിയ വിഷൻ ഉള്ള ആളുകളാണ്. ഓക്കെ, സോ അത് മേ ബി ലൈക്ക് നിങ്ങളിലൂടെ ആയിരിക്കാൻ ചില കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കാം, നിങ്ങളിലൂടെ ആയിരിക്കാൻ ചില കാര്യങ്ങൾ ആളുകൾ അറിയപ്പെടുന്നുണ്ടായിരിക്കാം. ഓക്കെ, അറിയുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ഒരിക്കലും നിങ്ങളുടെ ഈ ഒരു ടാലന്റ് നിങ്ങൾ ഡൗട്ട് ചെയ്യരുത്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഈവൻ അത് കണ്ടറിഞ്ഞിട്ട് വരെ ആളുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി തരുന്നത്. എന്താണോ നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതാണ് നിങ്ങളെ പ്രോസ്പെരിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. സ്വന്തമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് നിങ്ങളെ പ്രോസ്പെരിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളെ ഈ ഒരു ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നതും, അല്ലെ? ഒരാൾ നിങ്ങളെ വന്നിട്ട് ദുഃഖിപ്പിക്കുന്നില്ല. ഈവൻ ലൈക്ക് പുറമേ ആളുകൾക്ക് പല പല കാര്യങ്ങൾ കാണിക്കാം, പക്ഷെ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഞാൻ ഈ ഒരു കാര്യം ആലോചിച്ച് ഇനി ദുഃഖിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ഈ ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണോ എന്നുള്ളത്, അല്ലെ? ഇത് നിങ്ങളുടെ ഒരു പുറമോടി മാത്രമാണ്. ഇത് നിങ്ങളുടെ
ഒരു ലെയർ മാത്രമാണ്. ഓക്കെ, ഇത് മാറ്റുന്ന സമയത്താണ് നിങ്ങളുടെ ആ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഓറ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക, എനർജി നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക. എങ്ങനെ? ആ ഒരു ഗോഡസ് എനർജി, പ്രോസ്പിരിറ്റി. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സമൃദ്ധി എന്താ, ഒരു സ്വത്ത് എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് തോന്നുക നിങ്ങൾ ഒരു കഴിവില്ലാത്ത ഒരാളാണ്, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ എന്തൊക്കെയാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങളുടെ ഒരു ഹിഡൻ ട്രൂത്ത്സ്? ഗ്രൂപ്പ് നമ്പർ 1, വാട്ട്സ് യുവർ ഹിഡൻ ട്രൂത്ത്സ്? പാർട്ടിസിപ്പേഷൻ. ഓക്കെ, സോ നിങ്ങൾക്ക് റെയർ ആയിട്ടുള്ള ചില മിഷൻസ് ഉള്ള ആളുകൾ തന്നെയാണ്, ബട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നുണ്ടായിരിക്കാം പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി അത് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ലൈക്ക് നിങ്ങളുടെ സോളിന്റെ എക്സ്പീരിയൻസ് ആയിരിക്കാം, ഓർ നിങ്ങൾ എന്താണോ പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്, നിങ്ങളുടെ തോട്ട്സോ നിങ്ങളുടെ അനുഭവങ്ങളോ ഒക്കെ നിങ്ങളെ ഒരു ബുദ്ധിമുട്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്ന ആളുകളാണ്. ആ ഒരു ചിന്ത നിങ്ങൾ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരാം. ഓക്കെ, ഒരുപാട് ചിന്തിക്കുന്ന ആളുകളാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടൊക്കെ കാര്യങ്ങൾ വരാൻ സാധിക്കും. ഓക്കെ, നിങ്ങളുടെ പവർ നിങ്ങൾ അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ സി അഗെയിൻ നിങ്ങൾക്ക് ഒരുപാട് അനുഭവമുള്ള സോളാണ്. ഓക്കെ, ഒരുപാട് ടാലൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സോളാണ്. റൈറ്റ്? സോ നിങ്ങൾ ഈ ഒരു ബർത്തിലേക്ക് വന്നു, ഈ ഒരു സിറ്റുവേഷനില്, ഈ ഒരു ജനറേഷനില്, ഈ ഒരു സാഹചര്യത്തില് ഞാൻ എൻ്റെ ഉള്ളിൽ ഏത് കഴിവാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഇറ്റ്സ് അപ് ടു യു. ബിക്കോസ് നിങ്ങൾക്ക് വെപ്പൺ ഉണ്ട്, ഉള്ളിൽ ഒരുപാട് വെപ്പൺ ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു വെജിറ്റബിൾ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ വാളെടുത്തിട്ടല്ല നമ്മൾ യൂസ് ചെയ്യുക, അല്ലെ? അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ അതിന് എടുക്കുന്നുണ്ടായിരിക്കുക, അല്ലെ? ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ എന്ത് കാര്യം എടുക്കണം എന്നുള്ള ആ ഒരു വെപ്പൺസ് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഒരു കഴിവ് നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ട്. നിങ്ങളത് പ്രയോഗിക്കുക മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ ഒക്കെ ഉണ്ട് എന്തൊക്കെ, പക്ഷേ എക്സ്റ്റേണലി ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഇതൊന്നും യൂസ് ചെയ്യാണ്ടിരുന്നാൽ നിങ്ങൾ അവിടെ സേവ് ആവുന്നില്ല, നിങ്ങൾക്ക് അവിടെ നിങ്ങളെ സേഫ് ആക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യലും ആർക്കും മനസ്സിലാക്കാനും പറ്റുന്നില്ല, അല്ലേ? സോ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട്. ഗൈസ്, ഗ്രൂപ്പ് നമ്പർ 1, ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ പ്രശ്നമായിട്ട് കാണുന്നത് അതിനുള്ള ആയുധം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഒരു പ്രശ്നം തന്നിട്ടുണ്ടെങ്കിൽ ഗൈസ് ട്രസ്റ്റ് മീ, നിങ്ങൾക്കത് ഓവർകം ചെയ്യാനുള്ള വെപ്പൺ ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുണ്ട്. യൂസ് ചെയ്യുക. എന്താണോ ഈ ടൈമിൽ എന്റെ റൈറ്റ് ആയിട്ടുള്ള എന്ത് ആക്ഷനാണ് അവിടെ വരേണ്ടത്, എന്ത് കഴിവാണോ ഞാൻ ഇവിടെ യൂസ് ചെയ്യേണ്ടത്, ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഒരു സമയം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് അങ്ങനെ പറ്റാത്തൊരു പ്ലേസിലായിരിക്കാം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം, അല്ലെ? നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ബട്ട് നോർമലി എല്ലാവരും ചെയ്യുന്ന ചില കാര്യത്തിലാണ് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ കൂടെയുള്ള സൗഹൃദങ്ങള്, നിങ്ങൾ ആരുടെ കൂടെ വർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ആളുകള്, ഇവരൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു വഴിക്കാണോ നിങ്ങൾ പോകുന്നത്? അതിൽ തെറ്റെന്നുള്ളതല്ല പറയുന്നത്, ബട്ട് അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ജെന്യൂൻലി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അത് ബ്രേക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഉള്ളിൽ ഒരുപാട് സങ്കടം ആയിട്ട് നിങ്ങൾ പുറമേ സന്തോഷമായിട്ട് നിൽക്കുന്നത് ഒരിക്കലും നിങ്ങൾക്കും ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കും നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് കൊടുക്കാൻ സാധിക്കില്ല, അല്ലെ? സോ നമ്മൾ പറയും നമ്മൾ 2 തൊഴിൽ കാലി വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റില്ല, റൈറ്റ്? സോ നിങ്ങൾ ഒന്ന് ചൂസ് ചെയ്യുക. ആ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ സന്തോഷമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ റിയാലിറ്റിയിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് അറിയാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്, ബട്ട് അത് എപ്പോൾ യൂസ് ചെയ്യണം, എവിടെ യൂസ് ചെയ്യണം, ആർക്ക് യൂസ് ചെയ്യണം എന്നുള്ളത് ആ ഒരു സ്ട്രഗിൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ കർമ്മയിലൊക്കെ വരുന്ന സമയത്ത് ഒരു മേജർ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ ജോബിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങളൊരു തീരുമാനം എടുക്കാനുള്ള ഒരു ഡിലേ ഉണ്ടാവുന്നതൊക്കെ ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം. ഓക്കെ, ആൻഡ് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് പല ഇമോഷൻസ് നിങ്ങളെ ട്രിഗർ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഇമോഷൻസ് ഉള്ള ആളുകളാണ്. നിങ്ങളുടെ സോൾ പല ഇമോഷൻസ് ക്യാരി ചെയ്യുന്നതോ അങ്ങനത്തെ റോൾ ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള സോളാണ്.
ഓക്കെ, ഒരു സമയത്ത് വളരെ സന്തോഷം അനുഭവിച്ചിട്ടുള്ള ആളാണ്, ഒരു സമയത്ത് വളരെ അഗ്രഷൻ കാണിച്ചിട്ടുള്ള ആളായിരിക്കാം, ഒരു സമയത്ത് വളരെ ഇൻസെക്യൂർ ആയിട്ടുണ്ടായിരിക്കാം, ഒരു സമയത്ത് വളരെ ഇങ്ങനെ പല 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 ഇമോഷൻസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ സോളിന് യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എക്സ്റ്റേണലി വരുന്ന സമയത്ത് പല ആളുകളുടെ സ്വഭാവ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ട്രിഗർ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ എന്ത് സംഭവിക്കും, അവിടെ വരുന്ന സമയത്ത് നിങ്ങൾ അവരെ പ്ലീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾ ഓവർ എംപത്തി കാണിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അത് കൺഫ്യൂസ്ഡ് ആവും, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളൊരു ദുഃഖത്തിലേക്ക് കൊണ്ടുവരും. റൈറ്റ്, ഇതൊക്കെ നിങ്ങൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ എല്ലാവരുടെ കാര്യങ്ങളും നിങ്ങൾ ഒരുപാട് പേഴ്സണലി എടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ട്രിഗർ ചെയ്യുന്നത് അത് നിങ്ങളെ കൂടുതൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. റൈറ്റ്, സോ നിങ്ങളുടെ ആക്ഷൻ ആണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ചേഞ്ചിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നതിലല്ല, നിങ്ങൾ എടുക്കുന്ന ആക്ഷൻ ആണ് നിങ്ങളെ മേജർ ആയിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾ ഇനി നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കണ്ടതോ, നിങ്ങൾ ഇത്ര കാലം എന്ത് ചെയ്തു, എങ്ങനെ ജീവിച്ചു, അതൊന്നല്ല നിങ്ങളുള്ളത്. ഇനി നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ ഒരുപാട് അവെയർ ആവേണ്ടതായിട്ടുണ്ട്. സെൽഫ് ടോക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ 1. ഓക്കെ, സോ നിങ്ങൾ എത്രമാത്രം നിങ്ങൾ കാം ആവുന്നോ, കാം ആയിട്ട് നിങ്ങൾ ഓരോ ആക്ഷനിൽ എൻഗേജ്ഡ് ആവുന്നോ, അത്രമാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീലിങ്സിനെ മനസ്സിലാക്കി അതിന് പ്രതിവിധി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് നിങ്ങളിൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എപ്പോഴും ഒരു സ്ഥായിയായിട്ട് ഒരു ദുഃഖം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സ്ഥായിയായിട്ടുള്ള കാര്യമേ അല്ല. ഓക്കെ, എന്തൊക്കെയോ സിറ്റുവേഷൻസ് കാരണം നിങ്ങൾ യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണിത്. ഓക്കെ, ഈ ഒരു ലെയർ നിങ്ങൾ ഡെഫിനറ്റ്ലി പൊളിച്ചു കളയേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് ഗ്രേറ്റ്ഫുൾ ആയിട്ട് എടുത്ത് തുടങ്ങുക, സന്തോഷമായിട്ട് സംസാരിക്കുക, പ്ലസന്റ് ആയിട്ട് നിങ്ങളുടെ ഫേസ് കൊണ്ടുവരിക, ചിരിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിരിക്കുക, നല്ല രീതിയിൽ നിങ്ങളെ പ്രസന്റ് ചെയ്യുക, നീറ്റായിട്ട് നിങ്ങളെ പ്രസന്റ് ചെയ്യുക. നിങ്ങളുടെ കൈകൾക്കൊക്കെ വളരെ പ്രത്യേകത ഉണ്ട്, അത് കാണാനാണെന്നുണ്ടെങ്കിലും, ഈവൻ നിങ്ങളുടെ കാലുകൾക്കും കൈകൾക്കും വളരെ പ്രത്യേകത ഉണ്ട്, അത് കാണാനാണെന്നുണ്ടെങ്കിലും, അതിൻ്റെ ഒരു പ്രവൃത്തിയാണെന്നുണ്ടെങ്കിലും അത് ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മനോഹരമായിട്ട് നിങ്ങൾ അത് കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ സ്പർശിക്കുന്ന കാര്യങ്ങൾ എന്താന്നുള്ളത് നോക്കുക. നിങ്ങൾ തൊടുന്ന കാര്യങ്ങൾ നിങ്ങളെ ഗ്രോ ചെയ്യാനും നിങ്ങളെ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. സോ എന്ത് നിങ്ങൾ ടച്ച് ചെയ്യുന്നു, ആരെ നിങ്ങൾ ടച്ച് ചെയ്യുന്നു, ഗൈസ്, ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സ്പർശിക്കുക, റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ കണക്ട് ചെയ്യുക, റൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ മാത്രം നിങ്ങൾ നിൽക്കുക. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു അമ്പലം എങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുക, ഒരു ഗോഡസിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുക, നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു മഹിമ മനസ്സിലാക്കിയിട്ട് ആളുകൾ നിങ്ങളെ തേടി വരും എന്നാ പറയാം. ഓക്കെ, നിങ്ങളെ അങ്ങനെ ട്രീറ്റ് ചെയ്യണം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ നിങ്ങൾ ഇപ്പം എവിടെ നിന്നു, എങ്ങനെയൊക്കെ നിങ്ങൾ സ്പോയിൽ ചെയ്തു, എങ്ങനെയൊക്കെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്തു, എങ്ങനെയൊക്കെ നിങ്ങൾ സങ്കടപ്പെട്ടു. നോ, നിങ്ങളുടെ ഡീപ്പ് ഡൗൺ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്ട്രോങ് എനർജി ഉണ്ട്, ഒരു സ്ട്രോങ് ഫെമിനിൻ ഉണ്ട്. അതിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, ക്ലെൻസ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾ ആരൊക്കെയായിട്ട് കണക്ട് ചെയ്യുന്നു, നിങ്ങളുടെ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് പാറ്റേൺ, ഗൈസ്, ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ ലൈക്ക് വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക. നിങ്ങൾ ആരായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ വരുന്നു എന്നുള്ളത്, ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ആളുകളെ നിങ്ങൾ തിങ്ങി പാർപ്പിച്ചിട്ടുള്ളത് പോലെയാണ്. ഓക്കെ, സോ ഓൾറെഡി നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള സോളാണ്. അതിന്റെ കൂടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. പാസ്റ്റിൽ ചില ആൾക്കാരുണ്ടാവുമല്ലോ, അവരൊന്നും കളയില്ല, എല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് വെക്കും. ഈവൻ അത് യൂസ്ഫുൾ അല്ല എന്നുണ്ടെങ്കിൽ എടുത്തെടുത്ത് വെക്കും. സോ നിങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കളയുക, അതിന് പുതിയ കാര്യങ്ങൾ വരാനുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ വരാനുള്ള ഒരു സ്പേസ് നിങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, സോ റിലേറ്റ് ചെയ്യുക നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്. ഇത് നിങ്ങൾക്ക് എത്രമാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് പറയാൻ മറക്കരുത്. സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള മെസ്സേജ്. ലെറ്റ്സ് മൂവ് ടു ഗ്രൂപ്പ് നമ്പർ 2 now. Hey, ഗ്രൂപ്പ് നമ്പർ 2, the hidden truths about you. നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്താണ്, നിങ്ങളെ പറ്റി, നിങ്ങളുടെ ലൈഫിനെ പറ്റി, നിങ്ങളുടെ സോളിനെ പറ്റി എന്തൊക്കെ കാര്യങ്ങളാണ്, പക്ഷേ ഈ ടൈമിൽ നിങ്ങളെ പറ്റിയിട്ട് കേൾക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഗ്രൂപ്പ് നമ്പർ 2, അവയർനെസ്.
ഓൾറൈറ്റ്, യെസ്, നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആൻഡ് നിങ്ങൾ അറിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ. സോ നിങ്ങൾ ഈ സമയം എസ്പെഷ്യലി നിങ്ങളെ ഡീപ്പായിട്ട് മനസ്സിലാക്കി വരുന്ന ഒരു സമയത്തിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. സോ എന്തൊക്കെയോ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെയോ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾ കൂടുതൽ നിങ്ങളെ ഡിസ്കവർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒരു വളരെ കാം എനർജി നിങ്ങൾ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ അത് കൂടുതൽ പുറത്തേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു ഫീലിങ്സ്, അതിന് വളരെ ഒരു കാം എനർജിയാണ്. ഓക്കെ, സോ അത് ലൈക്ക് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ. സോ നിങ്ങൾ ഈ ഒരു ജേർണിയിൽ നിങ്ങൾ ഒരുപാട് ക്ഷമിക്കാൻ പഠിച്ചിട്ടുണ്ടായിരിക്കണം, നിങ്ങൾ ഒരുപാട് കാം ആവാൻ പഠിച്ചിട്ടുണ്ടായിരിക്കണം, ഒരുപാട് ദേഷ്യം, ഒരുപാട് നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങൾ ഒരു ടൈമിൽ നിങ്ങൾ യൂസ്ഡ് ആയിട്ടുള്ളത് അതിനൊക്കെ ഡിഫറെന്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. വൈ? നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കി വരുന്നുണ്ട്. നിങ്ങൾ വളരെ ഉൾവെലിഞ്ഞ് നിന്നിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പതുക്കെ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. സോ അത് ഇന്റൻഷനലി നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതല്ല. ഗ്രൂപ്പ് നമ്പർ 2, ഇത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ടൈമാണ്. ഇത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ടൈമാണ്. ഓരോരുത്തർക്കും ഓരോ ടൈം ഉണ്ടെന്ന് പറയും അല്ലെ. ഓരോരുത്തരും ഓരോ സമയത്ത് ആ ഒരു സ്റ്റാർ ആവുക എന്ന് പറയുന്നത് പോലെ ഗ്രൂപ്പ് നമ്പർ 2 ഇത് നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ ആണ്. നിങ്ങൾ എന്തൊരു കാര്യം നിങ്ങൾ ഒരു സ്റ്റാർ ആക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ഫെയിം തരുന്നുണ്ട്. നിങ്ങൾ ഒരു ഫെയിമിൽ ആ ഒരു ഫെയിം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഹിഡൻ ട്രൂത്ത്സ് ആണ്. നിങ്ങളത് അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങളുടെ കഴിവ്, നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ വളരെ പിറകോട്ടായിട്ട് നിന്നിട്ടുള്ള പ്ലേസിൽ നിന്നൊക്കെ നിങ്ങൾ മുന്നോട്ട് കയറി വരുന്ന ആളുകളാണ്. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ പല അവസ്ഥയിൽ നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. പല സിറ്റുവേഷനിലും നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കാം അല്ലെ. നിങ്ങൾക്ക് തോന്നും ലൈക്ക് നിങ്ങൾ വളരെ പിറകിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട്, നിങ്ങൾക്ക് തോന്നും ചില പ്ലേസിലൊക്കെ നിങ്ങൾ തോൽക്കാൻ പോവാണ്, അല്ലെങ്കിൽ പിറകോട്ട് പോവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ നഷ്ടപ്പെടാൻ പോവാണ്. പക്ഷെ അവിടെ നിന്നായിരിക്കാം നിങ്ങൾ കയറി വരുന്നുണ്ടായിരിക്കാം അല്ലെ. നിങ്ങൾ ഇതുപോലെ നിങ്ങൾ പല തവണ നിങ്ങൾ സ്വയം നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെ. റൈറ്റ്. സോ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ പറ്റിയിട്ട് ഒരു സംശയം ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ റീകണക്ട് ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾ ഫെയിൽ ആയി പോകുന്നു വിചാരിച്ചോ അതിന്ന് നിങ്ങൾ മുന്നേറി വന്നിട്ടുള്ള ആളുകളാണ് അല്ലെ. അത് നിങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, നിങ്ങളുടെ സോളിന്റെ ഒരു പ്രത്യേകതയാണ്, നിങ്ങളുടെ സോളിന്റെ ഒരു കഴിവാണ്, നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് ആണ് അത്. ഓക്കെ, സോ ഇനി ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് നിങ്ങളൊരു ബെറ്റർ വേർഷൻ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. നിങ്ങൾ എന്തോ ഒരു ടാലന്റ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പോവാണ്. ഓക്കെ, അവിടെ പേഴ്സണാലിറ്റി ചേഞ്ച് കൂടെ ഇൻവോൾവ് ആവുന്നുണ്ട്. സോ നിങ്ങൾ സ്വഭാവത്തിൽ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങളും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഒരുപാട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സംസാരിക്കും സ്റ്റിൽ, ബട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വൈസ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു ഹിഡൻ ട്രൂത്ത്സ്, എസ്പെഷ്യലി ഒരു സമയത്ത് നിങ്ങൾ എന്താണ് അറിയേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ഒരു ബേസും ഇല്ലാണ്ടായിരിക്കാം. ഓക്കെ, ഒരു അടിത്തറ ഇല്ലാണ്ടായിരിക്കാം നിങ്ങൾ പല കാര്യത്തിലേക്കും ഇറങ്ങി വരേണ്ടത്. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷൻ അതാണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്ന സമയത്തും ഇതില്ലാണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊന്നും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാതെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യമില്ലാണ്ട് ഞാൻ എങ്ങനെ ഈ ഒരു കാര്യം ചെയ്യും എന്നുള്ളതല്ല. നിങ്ങൾ ചില കാര്യങ്ങൾ ഒന്നുമില്ലാത്തൊരു പ്ലേസിൽ നിന്നാണ് നിങ്ങൾ ആ ഒരു വിശ്വാസം കൊണ്ട് നിങ്ങൾ ഓരോ കാര്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ആളുകളാണ്. ഓക്കെ, ആ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. അതായത് ഒന്നുമില്ലാത്തൊരു പ്ലേസിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ഓക്കെ, അവിടെയൊക്കെ നിങ്ങളെ ലീഡ് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസവും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ധൈര്യമാണ്. ഓക്കെ, സോ നിങ്ങളൊരു കാര്യത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഏതറ്റം വരെ എന്നുണ്ടെങ്കിലും പോവും, എത്ര ദൂരെയാണെന്നുണ്ടെങ്കിലും പോവും. അത് ബ്ലൈൻഡ്ലി നിങ്ങൾ അതിലേക്ക് ഇറങ്ങി വരും. റൈറ്റ്. ആൻഡ് നിങ്ങളും അങ്ങനെയാണ്, നിങ്ങളെയും ആളുകൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മൈൻഡിനോട് തന്നെയായിരിക്കാം. റൈറ്റ്. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നതും നിങ്ങൾ ഗ്രോ ചെയ്യുന്നതും നിങ്ങളുടെ മൈൻഡ് തന്നെയായിരിക്കാം. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ എത്രമാത്രം ഡിസ്റ്റർബ്ഡ് ആക്കാൻ പറ്റുമോ അത്രമാത്രം പവർഫുള്ളി നിങ്ങൾക്ക് അതിനെ ട്രെയിൻ ചെയ്യാനും സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു വശത്തിൽ കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ എപ്പോഴും നിങ്ങൾ ആ ഒരു കോമ്പറ്റീഷൻ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കണം. ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് 100 ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും ഒരൊറ്റ മൈൻഡിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ എടുത്തു ചാടി അതിലേക്ക് വരും. ആൻഡ് മിക്കത് നിങ്ങളത് വളരെ നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാനും കൂടെ നിങ്ങൾക്ക് സാധിക്കും. പെട്ടെന്നായിരിക്കാം നിങ്ങൾ ഓരോ തീരുമാനം എടുക്കുന്നുണ്ടായിരിക്കാം.
റൈറ്റ്? പെട്ടെന്നായിരിക്കാം നിങ്ങൾ ചില കാര്യങ്ങൾ ഫിക്സ് ചെയ്യുന്നുണ്ടായിരിക്കുക, and അതുപോലെ തന്നെ പെട്ടെന്നായിരിക്കാം നിങ്ങൾ ചില കാര്യത്തിൽ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടായിരിക്കുക, റൈറ്റ്? സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓക്കെ, ലൈക്ക് നമുക്ക് എപ്പോഴും ഒരുപോലെ തന്നെ ഇരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ബട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഗിൽറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളടുത്ത് ഫൊർഗീവ് ചെയ്യാം. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ മൈൻഡ് പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുന്നത് നിങ്ങൾ ചിലത് നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നിങ്ങൾ എങ്ങനെ ട്രിഗർ ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കാം, അല്ലെ? കഴിഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ഫൊർഗീവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള ഒരു കാര്യം വീണ്ടും അതിങ്ങനെ എടുത്ത് പുറത്തേക്ക് വരുന്നുണ്ടായിരിക്കാം. ഫൊർഗീവ്, ഓക്കെ? അത് നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, ചില കാര്യങ്ങളൊക്കെ വളരെ സമയമെടുത്ത് ചെയ്യുന്ന ആളുകളും ആയിരിക്കാം. ബട്ട് യു ആർ ലൈക്ക് ആമ. ഓക്കെ, ആമ വിജയിക്കും എന്നുള്ളത് നമുക്ക് വലിയ ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? സോ വളരെ സ്ലോ ആയിട്ട് പോവാണ്, ബട്ട് അത് അവിടെ എത്തിച്ചേരും. ഓക്കെ, പതുക്കെ പോയിക്കോട്ടെ, അത് അവിടെ എത്തിച്ചേരും. സോ ഇനീഷ്യലി ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിൽ വെക്കുക, നിങ്ങൾ ഏറ്റവും പിറകുന്നായിരിക്കാം നിങ്ങൾ ഓടിയിട്ട് വരുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ലീസ്റ്റ് എക്സ്പെക്ടേഷൻ കൊടുത്തിട്ടുള്ള ഒരു പ്ലേസ് നിന്നായിരിക്കാം നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, മേ ബി ലൈക്ക് ചില ആളുകൾ ഓക്കെ ഇവരെ കൊണ്ട് പറ്റുമോ എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളത് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ പലപ്പോഴും ഒരു മിറാക്കിൾസ് കാണിക്കും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് തന്നെ അതിശയമുള്ള ഒരു കാര്യമാണ്, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കും അതിശയമുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ പാരന്റ്സ് പലപ്പോഴും നിങ്ങളെ പറ്റിയിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരിക്കണം, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ നിങ്ങളെ പറ്റിയിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരിക്കണം, റൈറ്റ്? സോ ആരൊക്കെ എന്തൊക്കെ ഡൗട്ട്സ് നിങ്ങളുടെ മേലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു കാര്യത്തിലേക്ക് താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് ലൈക്ക് ക്യുക്കായിട്ട് ഇറങ്ങി വരുന്ന ആളുകളാണ്. ഓക്കെ, ആളുകൾ വിചാരിക്കും അല്ലെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതും വളരെ ലേസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് ചിന്തിക്കുന്ന ഒരാളായിട്ട് എന്നുള്ളതായിരിക്കാം. ഡെഫിനറ്റ്ലി നിങ്ങൾ വളരെ സ്ലോ ആയിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. ബട്ട് ചില കാര്യങ്ങൾ സെക്കൻഡ്സിലായിരിക്കും നിങ്ങൾ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് വരുന്നുണ്ടായിരിക്കുക, പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ചൂട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ വളരെ കാമായിട്ട് തോന്നും. പെട്ടെന്ന് ആളുകൾ ടെൻഷൻ അടിക്കുന്ന കാര്യത്തിലൊന്നും നിങ്ങൾക്ക് അങ്ങനെ വലിയ ടെൻഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സോ നിങ്ങൾ ഒരു ലാസ്റ്റ് മൊമെന്റിൽ ഓടിപ്പോയി കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയുമായിരിക്കാം, റൈറ്റ്? പെട്ടെന്നായിരിക്കും ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ബട്ട് നിങ്ങൾ ഒരുപാട് ഫാന്റസൈസ് ചെയ്യുന്ന ആളാണ്, ഒരുപാട് ഡേ ഡ്രീം ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് അതാണ് നിങ്ങളുടെ ഒരു സ്ലോ പ്രോസസ് എന്ന് പറയുന്നത്. നമുക്ക് ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് അട്രാക്ട് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. ഓക്കെ, അവിടെ ഒരു ലെസ് എഫേർട്ട് ഉണ്ട്, ആക്ഷൻസിന്റെ ലെസ് എഫേർട്ട് ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾ ആൾക്കാർക്കും തോന്നും നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ വളരെ എഫേർട്ട്ലെസ്ലി അട്രാക്ട് ചെയ്യാന്നുള്ളത്. ഒരുപാട് ആളുകൾ ഒരുപാട് എഫേർട്ടൊക്കെ കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് സംഭവിക്കുന്നു എന്നുള്ളതും ആളുകൾ വിചാരിക്കും. ഓക്കെ, പക്ഷെ ചിലപ്പോൾ ഒക്കെ നിങ്ങൾ പോയിട്ടുള്ള ഒരു സ്ട്രഗിള് മേ ബി എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ബട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതമായിട്ട് തോന്നും, ചില കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ടാണല്ലോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്ന് ആലോചിച്ചിട്ട്, റൈറ്റ്? നിങ്ങളുടെ ഒരു ഹിഡൻ ട്രൂത്ത് ഗ്രൂപ്പ് നമ്പർ 0, the hidden truth about you, mind. See, നിങ്ങളുടെ മൈൻഡാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഫിക്സ് ചെയ്യേണ്ടതും, മൈൻഡിന്റെ കൂടെയാണ് നിങ്ങൾ പലപ്പോഴും വർക്ക് ചെയ്യേണ്ടതും, മൈൻഡാണ് നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് മിറർ എന്ന് പറയുന്നത് പോലെ. ഓക്കെ, സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ കൂടെയാണ് വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഏറ്റവും നല്ലൊരു മിത്രവും ഏറ്റവും നല്ലൊരു ശത്രുവും നിങ്ങൾ തന്നെയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഓക്കെ, സോ ചില കാര്യങ്ങൾക്ക് നിങ്ങൾ എടുത്തുചാടി ചെയ്യും. പെട്ടെന്ന് മനസ്സിൽ എന്തെങ്കിലും തോന്നി കഴിഞ്ഞാൽ അതിന്റെ ഒരു വരും വരായികൊന്നും ചിന്തിച്ചോളണമെന്നില്ല, പെട്ടെന്നായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ബട്ട് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ എങ്ങനെ വന്നാലും നിങ്ങളവിടെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യുന്ന ആളുകൾ കൂടിയാണ്. ഓക്കെ, ഇപ്പൊ എന്തൊക്കെ പ്രശ്നത്തിലേക്ക് നിങ്ങൾ വന്നാലും നിങ്ങളവിടെ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്യും. ഈ ഒരു സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെന്റലി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സമയത്ത് വളരെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഫേസിലൂടെയാണ് നിങ്ങൾ പോകുന്നത്, പെട്ടെന്ന് ചില കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ പ്രോബ്ലം ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ലൈക്ക് അതുവരെ ഓക്കെ ആയിട്ടിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഹെവിനെസ് തരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഈ സമയം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് ചില ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു സോളിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഓർ ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ഒരു റീബേഴ്സ് പോലെയാണ് നിങ്ങൾ, ബിക്കോസ് മെയിൻലി ലൈക്ക് നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഓക്കെ, സോ ഇനീഷ്യലി പറഞ്ഞത് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. സോ വളരെ കാമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാണ്, ക്ഷമ വളരെ ഉണ്ടാവാൻ പോവാണ്,
നിങ്ങൾ കുറെ കൂടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള സംസാര രീതിയിലേക്കൊക്കെ വരികയാണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കൺഫർമേഷൻ ആണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കുറച്ചൊരു ട്രബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമായിട്ടാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പെട്ടെന്ന് എന്തെങ്കിലും മനസ്സ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആക്കുന്ന കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടാക്കുക, പെട്ടെന്ന് നിങ്ങൾക്ക് ഒന്നും ചെയ്യാണ്ടിരിക്കാനും തോന്നുക. ചില ആളുകൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വളരെ ലേസി ആയിട്ട് നിങ്ങൾക്ക് തോന്നും, നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. ഒന്നാമത് നിങ്ങൾ പതുക്കെയായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കുക, ബട്ട് എസ്പെഷ്യലി ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ ഒരുപാട് ആലോചിച്ചിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫ് ആസ്വദിക്കുന്നുണ്ടായിരിക്കണം, ബട്ട് അതേസമയം നിങ്ങൾ അത് കുറച്ച് ബുദ്ധിമുട്ടാക്കുന്നുണ്ടായിരിക്കണം. ബിക്കോസ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നലും ചില ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാവുന്നുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ചില ആളുകൾ ഒന്നുമില്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ കൂളായിട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കാം, അല്ലെ? ബട്ട് മനസ്സിലാക്കുക, ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്പിരിച്വൽ ചേഞ്ചസ് ആയിരിക്കാം, നിങ്ങളെന്ന വ്യക്തിയിൽ നിന്നുണ്ടാകുന്ന മാറ്റങ്ങളായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ ചില ആളുകൾക്ക് ജോബ് റിലേറ്റഡ് ഒക്കെ ആയിട്ട് ഈ ഒരു സമയത്ത് എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, ചില ട്രാൻസ്ഫോർമേഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില മാറ്റങ്ങൾ, ചില പ്ലേസിൽ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ആളുകൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ചില ആളുകളുടെ ട്രൂ നേച്ചർ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, ഇറ്റ്സ് ലൈക്ക് ചില സമയത്ത് നിങ്ങൾക്ക് ആളുകളുടെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ചില സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ എത്ര ലൈക്ക് ടോക്സിസിറ്റി കാണിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളല്ല, അല്ലെ? സോ ചില സമയത്ത് നമ്മളായിരിക്കാം പ്രശ്നം ഉണ്ടാക്കുന്ന ആള്, റൈറ്റ്? സോ അതൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിഹേവിയർ മറ്റുള്ള ആളുകൾ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് കൊണ്ടാണ് ചിലതൊക്കെ നിങ്ങൾ വളരെ കാമായിട്ട് വരുന്നത്, നിങ്ങൾ കുറെ കൂടെ മെച്യൂർഡ് ആയിട്ട് വരുന്നത്. ആ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ കാണാൻ സാധിക്കുന്നുണ്ട് മറ്റുള്ള ആളുകളിലൂടെ, മറ്റുള്ള ആളുകളുടെ പെരുമാറ്റത്തിലൂടെ. നിങ്ങൾക്ക് നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ നിങ്ങൾ വളരെ ഡീപ്പായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു പ്രൊജക്ഷൻ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് അവിടെ നിങ്ങളെ ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങളൊരു ട്രിഗർ ചെയ്യാനുള്ള ഒരു കാര്യമായിട്ടും അല്ല നിങ്ങൾ എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങള് നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ആൾക്കാരെ അറിയിച്ച് ചെയ്തോളണം എന്നില്ല. ഇപ്പൊ ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യുന്നത് ഒരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ അവരെ കൺവിൻസ് ചെയ്യുന്നൊന്നും പറയണമെന്നില്ല. നിങ്ങൾ മാറുന്നുണ്ടായിരിക്കണം, ബട്ട് ആ ഒരു മാറ്റം ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണം എന്നുണ്ടാവില്ല. ഓക്കെ, അതായത് ആ ഒരു അക്സെപ്റ്റൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, ബട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ആക്ഷനിലേക്ക് വരാൻ നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കുന്നുണ്ടായിരിക്കണം, അല്ലെ? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കണം കാര്യങ്ങൾ. സ്ലോയിങ് ഡൗൺ, റൈറ്റ്? ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്കൊന്നൊരു സ്ലോ മോഷനിൽ പോവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അവിടെ ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഗ്രൂപ്പ് നമ്പർ 2. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇരുന്ന് നിങ്ങളുടെ ലൈഫ് നോക്കി കാണേണ്ട ഒരു ടൈമാണ്. നിങ്ങളുടെ കൺട്രോളിൽ ആയിക്കൊള്ളണം എന്നില്ല പോകുന്നുണ്ടായിരിക്കുക, അല്ലെ? പല പ്രശ്നങ്ങൾ, ചില ആളുകൾ അവരുടെ സ്വഭാവം കാണിക്കുന്നു, ചില കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നു, ചില കാര്യങ്ങൾ ഇവിടെ മാറ്റങ്ങൾ വരുന്നു. ഇതൊന്നും ഒരു കൺട്രോൾ ഇല്ലാണ്ടായിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. നിങ്ങൾ ജസ്റ്റ് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പോവാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബിക്കോസ് ചില മാറ്റങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. ഓക്കെ, ചില കാര്യങ്ങൾ അവിടെ റിസീവ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ടൈം കൂടെ ഉണ്ടാവുന്നുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങൾ റിസീവ് ചെയ്യാനും കൂടെ പോവാണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ ചില പ്രശ്നങ്ങൾ നിങ്ങൾ റിസീവ് ചെയ്യാൻ പോവാണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഓരോ ലൈഫ് സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓരോരോ ടാസ്ക് നമുക്ക് ഉണ്ടാവും ലൈഫിൽ ചെയ്യാൻ, അല്ലെ? സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഒരു നെക്സ്റ്റ് ടാസ്കിലേക്കും കൂടെ വരാണ്. ഓക്കെ, സോ കുറച്ചുകൂടെ ഒരു ആക്റ്റീവായിട്ട് നിങ്ങളുടെ ലൈഫ് വരാൻ പോവാണ്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് കുറച്ച് സമയമായിട്ട് കുറച്ചൊന്ന് സ്ലോലി ആണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറെ കൂടെ ഒന്ന് ആക്റ്റീവ് ആവാൻ പോവാണ്. ഓക്കെ, നിങ്ങളെ കൊണ്ട് ഡെഫിനറ്റ്ലി ഒരുപാട് ബെനിഫിറ്റ്സ് നിങ്ങളെ കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആളുകൾക്ക് നിങ്ങൾ ഒരു നല്ലൊരു സഹായിയാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നിങ്ങളുടെ ഒരു സോളിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, നിങ്ങൾ സഹായിയാവുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഒരു പ്ലേസിൽ പോയിട്ട് വെറുതെ ഇരുന്നാൽ പോലും നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങളെ എക്സ്പോസ് ചെയ്യും ഇങ്ങനെ. ഓക്കെ, ചില ആളുകൾ ഉണ്ടാവുമല്ലോ, അവരായിരിക്കാം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ പുറമെ വരുന്ന സമയത്ത് വേറെ ആളുകൾ പ്രശ്നം ഉണ്ടാക്കിയ പോലെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ചില പ്രശ്നങ്ങളെ നിങ്ങൾ പുകച്ച് പുറത്ത് കൊണ്ടുവരിക്കുന്ന ആളുകളും കൂടിയാണ്.
ഓക്കെ, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് ആർക്കും കാണാൻ പറ്റാത്ത പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന ആളുകളും കൂടിയാണ് നിങ്ങൾ. ചില കാര്യങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവും കൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. റൈറ്റ്? പോസിബിലിറ്റീസ്, യെസ്. ഒരു എത്ര സിറ്റുവേഷൻ, എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങൾ ഒരു കാര്യം വേണമെന്ന് വിചാരിച്ചാൽ അതിൽ ബ്ലൈൻഡ്ലി ഇറങ്ങിത്തിരിക്കുന്ന ആളുകളാണ്. അതിന്റെ എല്ലാ പോസിബിലിറ്റിയും അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ആളുകളാണ്. ഓക്കെ, അത് അത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ടൈമിലാണ് നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുക. ഓക്കെ, സോ ചിലക്ക് നിങ്ങളുടെ ഒരു 10-15 വർഷത്തിന് ശേഷമായിരിക്കാം നിങ്ങളുടെ ലൈഫിലൊരു റിയൽ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ മേ ബി നിങ്ങൾ ഒരു 10-15 വർഷത്തിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന ആളുകളായിരിക്കാം, അല്ലെ വീട് മാറി നിൽക്കുന്ന ആളുകളായിരിക്കാം. നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായിട്ടോ നിങ്ങളുടെ ലൈഫിന്റെ സാഹചര്യം കാരണമോ നിങ്ങൾ വളരെ ചെറുപ്പത്തിലെ ഒരു മാറ്റം, ഒരു ഡിസ്റ്റൻസ്, ഒന്നെങ്കിൽ ഈവൻ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെ? അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് കൂട്ടത്തിൽ അങ്ങനെ ചേരില്ല എന്ന് പറയുന്ന ആളുകൾ. ഓക്കെ, ബട്ട് നിങ്ങൾ പല രീതിയിൽ പല കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. റൈറ്റ്? സോ റിലേറ്റ് ചെയ്യാൻ ടിപ്പ് നമ്പർ 2, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് ഇത് നിങ്ങൾക്ക് എത്രമാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.